ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ ബജി. നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ബജി, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ കായ ബജിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് കടലമാവാണ് വേണ്ടത്. കടലമാവ് ഞാനൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കൂട്ടിനൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി. പിന്നെ കായം ഞാനിപ്പോൾ ഒരു കഷ്ണമാണ് എടുക്കുന്നത്. പൊടിയുള്ളവർക്ക് പൊടി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സോഡ പൗഡർ നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ ഉപ്പ് പാകത്തിന്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അത് നമ്മുടെ ഈ മാവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കായ ബജിക്കായ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്, അതാണ് ഈ കായ ബജിക്ക് ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെ ഈ കൂട്ടങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അത് നമുക്കിത് ആദ്യം കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇടാം. അരി ഇങ്ങനത്തെ ഒരു ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഞാനിതേപോലെ ഒരു ടീസ്പൂൺ മുളക്. സോഡ പൗഡർ തുണ്ട് മതി കേട്ടോ. ഉപ്പ് നമ്മുടെ പാകത്തിന്. കാശ്മീരി മുളക് പൊടി. പിന്നെ ഞാൻ കായം കഷ്ണമായതുകൊണ്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കും. ഇങ്ങനെ കഷ്ണം വെള്ളത്തിലിട്ട് വെച്ച് നമുക്കിങ്ങനെ നന്നായി അലിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഇട്ടാലും മതി. അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം. നന്നായി കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇപ്പോൾ കായം പൊടി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇങ്ങനെ മുഴുവൻ കായ ഉണ്ടായി അത് വെള്ളത്തിലിട്ടൊന്ന് അരിയിച്ചിട്ട് ഒഴിച്ചാലും മതി. നന്നായി കൂട്ടി തരുന്നു. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് നന്നായി ഒന്ന് കുഴക്കുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ നന്നായി ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡപ്പൊടി ഒരു തുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി കുഴക്കുക. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ശരിയാക്കി പോകട്ടെ. അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ വെള്ളമായി പിന്നെ നമ്മൾ മാവൊക്കെ കൂടുതലിട്ടുണ്ടോ ഒരു പൊടിയൊക്കെ. അപ്പോൾ അത് കുറേശ്ശെ ഇട്ടിട്ട് എടുക്കാം. ഏതാണ്ട് നമ്മുടെ മാവിൻ്റെ ഇത് ശരിയായിട്ടുണ്ട്, ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കായ നോക്കാം. നമുക്ക് കായയുടെ ഇങ്ങനെ ഒരു സൈഡിലൊക്കെ ഇത്തിരി ചെറിയ കനത്തിലൊരു ഇതില്ല, അതൊന്ന് ചെത്തി കളയാം. തൊലി ചെത്തി കളയണമെന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ തലഭാഗവും വാൽഭാഗം കളയാം. നമ്മൾ കനം കുറച്ചാണ് അരിയേണ്ടത്. നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ നുറുക്കാം. നീളത്തിൽ ഇങ്ങനെ. അത്ര നൈസാക്കി അരിയണ്ട, ഒരു സ്വല്പം ഒത്തിരി കനത്തിൽ കേട്ടോ. ഇത്രയൊക്കെ കനത്തിൽ. കയ്യിൽ വെച്ച് നുറുക്കാൻ പേടിയുള്ളൊരു ഇത് ഷീറ്റും വെച്ച് മുറിച്ചോളാം. കായൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. വെളിച്ചെണ്ണ ഓയിലായത് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൽ വറുത്ത് പോരാം.
ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ മാവിലേക്ക് നമ്മൾ കായ നുറുക്കി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവണേലും മുന്നേ ഇട്ട് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ നമുക്ക് ഇതിനെടുത്ത് അങ്ങോട്ട് ഇടാൻ എളുപ്പമുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് നന്നായി കുറച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നന്നായി ഒന്ന് തീ കുറച്ചിടാം. പിന്നെ നമ്മൾ ഈ മാവിൽ വെച്ചിട്ടുള്ള കായ കഷ്ണം ഓരോന്ന് പെറുക്കി അരിക്കിടാം. നമ്മുടെ കായ ഇട്ട് പൊന്തി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി 2 ഭാഗം ബ്രൗൺ കളറാവണ വരെ ആക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് വറുത്ത് വരാം. നമ്മൾ തീ കുറച്ചിടുന്നത് അതിൻ്റെ ഉള്ളിലത്തെ കായൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടി കേട്ടോ. അപ്പം അതിൽ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ഈ മാവ് കരിയും, അപ്പോൾ ഉള്ളിലത്തെ കായ വേവില്ല. ഇങ്ങനെ ആകുമ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കായ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് പോരാം. കായ ഇടിച്ച് വെന്തെന്തെങ്കിലും നമുക്കിത് വെളിച്ചെണ്ണയിൽ പോരാം. അപ്പം നമ്മുടെ കായ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന സൈസ് ഒരു ചമ്മന്തി. അതിനെന്തൊക്കെയാണ്? ഒരു സവോള, പിന്നെ കുറച്ച് മുളക്, അതിന് എരിവിനനുസരിച്ച്, പിന്നെ പാകത്തിന് ഉപ്പ്, വിനാഗിരി ഒരു 1/2 സ്പൂണൊക്കെ ഇട്ടാൽ മതി, വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് ചാലിക്കാൻ വേണ്ടി മാത്രം. നമുക്ക് ആദ്യം തന്നെ ഈ സവാളനെ നുറുക്കി മിക്സിയിൽ ജാറിലിടാം. ഈ ചമ്മന്തി നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലത് തന്നെയാണ്. അപ്പം നമുക്കിനി സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ പാകത്തിന് മുളക്, എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, കുറച്ച് വിനാഗിരി, ഒരു ചെറിയൊരു 1/2 സ്പൂണൊക്കെ മതി കേട്ടോ. നന്നായി ഒന്ന് മിക്സിയിൽ അരയ്ക്കും. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇടണം കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ആ മുളകിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ചമ്മന്തിക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കായ ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.